ഇന്ന് രാത്രിയിൽ വെളിപ്പാട് പുസ്തകമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 13-14 വാക്യമാണ് നാം വായിച്ചത്. ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 13-14 വാക്യം. വെളിപ്പാട് പുസ്തകം 17-13-14. തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവർ കുഞ്ഞാടിനോട് പോരാടും. താൻ കർത്താവും രാജാവ് രാജാവും ആകുകൊണ്ട് കുഞ്ഞാട് തന്നോട് കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശുദ്ധരുമായി അവരെ ജീവിക്കും. രാജാവ് അവിടെ ഇന്ന് രാത്രി ഞാൻ ചിന്തിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട വിശ്വസ്തത. നമ്മൾ വെളിപ്പാട് പുസ്തകമാണ് പറഞ്ഞെങ്കിൽ ഇങ്ങനെ പറയുന്ന വിഷയങ്ങൾ ഒരുപാട് വിഷയങ്ങൾ വലുതായി പറയണ്ടേ. തെരഞ്ഞെടുക്കപ്പെട്ട വിശ്വസ്തർ. രാത്രി ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം തെരഞ്ഞെടുക്കപ്പെട്ട വിശ്വസ്തരാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഒന്നാമേ പറയാമോ? അല്ലെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട വിശ്വസ്തരാണ് നമ്മൾ. അത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട വിശ്വസ്തരാണ് നമ്മൾ. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ആ കാര്യം മറന്നു കളയരുത്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷത്തിലൂടെ വായിക്കേണ്ട നിങ്ങളുടെ ഹൃദയം വലിയ ചിന്താകാലാലും പല വിചാരങ്ങളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം പെട്ടെന്ന് കണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചോളണം. നമുക്ക് ഇപ്പോൾ ഉപജീവന ചിന്തകളല്ലേ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഉപജീവന ചിന്ത വേണ്ടെന്നല്ല പറഞ്ഞത്. ഉപജീവന ചിന്ത വേണം. ചിന്തയില്ല, അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ എഴുതിയേക്കുന്ന പോലെ ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ പറയുന്ന പോലെ ചിന്തിക്കാതിരിക്കാൻ പറ്റത്തില്ല. ചിന്ത വേണം. അതനുസരിച്ച് പ്രാർത്ഥിക്കണം, പ്ലാൻ ചെയ്യണം. സ്തോത്രം. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ദൈവം നടത്തുമെന്ന് അങ്ങ് വിശ്വസിക്കുക. നമ്മളെപ്പോഴും ഓർമ്മേണ്ട ഒരു കാര്യമുണ്ട്. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം എടുക്കുന്നത് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. അതുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. നമ്മള് ആ ഒരു ചിന്തയെപ്പോഴും നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചതല്ല. വിചാരപ്പെടുന്നതിനാൽ നിങ്ങൾക്ക് ഒരു മുഴുവൻ കൂട്ടാനോ കുറയ്ക്കാനോ കഴിയത്തില്ല. അടുത്ത കർത്താവ് പറഞ്ഞു നിങ്ങളുടെ തലയിലെ മുടി വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ കഴിയത്തില്ല. നമ്മൾ ഒരു ഡൈ ചെയ്യണം. ഡൈ ചെയ്താലും അകത്ത് കയറി വരുന്ന എന്തായിരിക്കും? നനച്ചതായിരിക്കും. നമ്മൾ വിചാരപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ വിചാരപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ വിചാരങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക, വരുന്ന വഴി കാണുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. നിങ്ങളറിയാമോ ഇസ്രായേലിലെ ആ ബന്ദികളായ ആ സഹോദരിമാര് 457 അത്രയും ദിവസം കഴിഞ്ഞാണ് പുറത്തു വന്നത്. അവര് വന്നത് നിങ്ങൾക്കറിയാമോ? ബന്ദികൾ എന്ന് പറഞ്ഞാൽ അവര് ഈ അണ്ടർഗ്രൗണ്ട് ഗുഹയിലൊക്കെയാ, അകത്തുള്ള ആ ഇതിനകത്ത് തുരങ്കത്തിനകത്തൊക്കെ അവരെ കിടന്ന് നേരെ കിടക്കാൻ സ്ഥലമില്ല, ഇരിക്കാൻ സ്ഥലമില്ല, സത്യത്തിൽ ശരിക്കും വെളിച്ചം കാണാൻ സ്ഥലമില്ല. എനിക്കത് ഓർത്തിട്ട് പേടിയില്ല. അതിൽ നിന്ന് വെളിച്ചം കാണാൻ വയ്യാതെ അത്രയും ദിവസം ഇരിക്കുക എന്ന് പറയുമ്പോൾ ഏത് സമയം മരണരീതി മുമ്പിൽ അവര് പുറത്തിറങ്ങി വന്നിട്ടുണ്ടോ ചിരിച്ചു ഉല്ലസിച്ച്. പെണ്ണുങ്ങൾ 23 വയസ്സുള്ളവരുണ്ട്, 24 35 3 ചിരിച്ചുല്ലസിച്ച് അവര് പുറത്തു വന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അല്ല, എനിക്ക് തോന്നുന്നു അവര് ദൈവത്തിൽ പ്രത്യാശയുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യാൻ പറ്റിയത്. അവരുടെ ഉള്ളിൽ, ഇസ്രായേൽ മക്കളുടെ ഉള്ളിൽ ദൈവവുമായിട്ട് നല്ല ബന്ധമുണ്ട്. ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട ജനമല്ലേ. ഉള്ളിൽ ചിലപ്പോൾ ദൈവം അവരോട് സംസാരിക്കണം. ദൈവത്തിന് ആ ജനത്തോട് ഒരു പ്രത്യേക അറിവുണ്ട്. ജനത്തോട് ചിലപ്പോൾ വ്യക്തിപരമായി അവരോട് സംസാരിച്ച് കാണും. നീ നിന്റെ മാതാപിതാക്കളെ ചെന്ന് കാണും, നിന്റെ സഹോദരങ്ങളെ ചെന്ന് കാണും. രാത്രിയുടെ യാമത്തിൽ ഒരുപക്ഷെ സ്വപ്നത്തിൽ അവരോട് ദൈവം എന്ത് ചെയ്ത് കാണും? ഇടപെട്ട് കാണും. ദൈവം ഇടപെട്ട് കാണും. അതിനെ സന്തോഷിക്കാൻ പറ്റുമോ? നമ്മുടെ പെണ്ണുങ്ങളാണ് പറഞ്ഞ് എന്തോരം പറഞ്ഞ് അവരുടെ കാപ്പാട് ഇല്ലാത്തതിന്റെ കാര്യം ഒരുപക്ഷെ പീഡിപ്പിക്കപ്പെട്ടതാണ്. എന്തെല്ലാം അവർക്ക് പറയാനുണ്ട്. അവരുടെ സന്തോഷം കണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ട കാര്യമില്ല, കർത്താവ് നടക്കും. ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ആരാന്നറിയാമോ? വിശ്വസ്തരാണ്. രാത്രിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവജനങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാ രീതിയിലും നമ്മൾ വിശ്വസ്തരായിരിക്കണം.
വിശ്വസ്തത എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമ്മുടെ സകല കാര്യങ്ങളും നമ്മൾ വിശ്വസ്തരായിരിക്കണം. വിശ്വസ്തരായാലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. വിശ്വസ്തത ഏറ്റവും ഏതെല്ലാം ഇടപെടലിലുണ്ടോ അവിടെയെല്ലാം നമ്മൾ വിശ്വസ്തരായിരിക്കണം. എന്ത് ഇടപെടുന്നുണ്ടോ അവിടെ വിശ്വസ്തരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഇപ്പൊ ഒരു മെഷീൻ നന്നാക്കുവാണെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ ഒന്നും പോയി കാണുകയില്ല. അധികം എന്തെങ്കിലും കയറി വല്ല ഗുരുങ്ങിയൊക്കെ ഇരുന്നാൽ നമ്മളത് അഴിച്ച് മാറ്റി വെച്ച് നമ്മൾ അവരോട് ഒത്തിരി ചാർജ് മേടിക്കാൻ പാടില്ല. കാരണം ഇത്രയും പോയുള്ളൂ, നമ്മൾ പോയ സാധനം എന്നെ വാങ്ങിയാൽ പോലെ. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി വിശദീകരിക്കാൻ പറ്റിയല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ പോകുന്നത്. കാരണം എന്നാ ചോദിച്ചാൽ സ്തോത്രം, ചില ആളുകൾ ഇപ്പൊ ഗ്യാസ് സ്റ്റവ് ആണ് തന്നെ ഗ്യാസ് സ്റ്റവ് നന്നാക്കാൻ പോയിട്ട് അവർ പറഞ്ഞു ചേട്ടാ പോയിട്ട് പോ, വൈകിട്ട് തരാമോ. അതിനകത്ത് ചിലപ്പോൾ ഒന്നും പോയിട്ടില്ല. അതിനകത്ത് തുകയെല്ലാം കയറി അടഞ്ഞതാണ്. വന്ന് കഴിയുമ്പോൾ 1000 രൂപ 1000 ആകുമ്പോൾ അവർക്ക് പ്രയാസമില്ല. കാരണം ഗ്യാസ് സ്റ്റവ് നന്നാക്കി കിട്ടിയില്ലേ, ഗ്യാസ് കത്തുന്നല്ലേ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഈ വിശ്വസ്തത എന്ന് പറയുമ്പോൾ തൊഴിലിനകത്ത് വിശ്വസ്തതയുണ്ട്, ജീവിതയാത്രയിൽ വിശ്വസ്തതയുണ്ട്, പണമിടപാടിൽ വിശ്വസ്തതയുണ്ട്. ഞാൻ പറഞ്ഞതല്ല, രവീന്ദ്രനാണ് ദശാംശത്തിന്റെ കാര്യം ഇവിടെ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല. അതിന്റെ കാര്യത്തിൽ എന്തായിരിക്കണം? വിശ്വസ്തരാണെങ്കിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ എന്റെ ഭാര്യ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങളുടെ മാതാപിതാക്കളും വിശ്വസ്തരായിരുന്നോണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പോകുന്നത്. ഒന്നും ഉണ്ടായിട്ടല്ല ഇവരുള്ളൂ, എല്ലാം ഷോയാ, ഒന്നും ഉണ്ടായിട്ടില്ല. ദൈവം ആ കാര്യത്തിൽ നമ്മൾ വിശ്വസ്തരാകുമ്പോൾ നമ്മുടെ കാര്യങ്ങളുമേൽ ദൈവം എന്ത് ചെയ്യും? വിശ്വസ്തരായിരിക്കും. ദൈവം ആ കാര്യം നടത്തും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അതിലും വിശ്വസ്തരായിരിക്കണം. സഭായോഗത്തിന് വരുന്ന സമയത്ത് വിശ്വസ്തരായിരിക്കണം. കാരണം ഇതൊക്കെ നമ്മൾ പറയാൻ പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് ഫീൽ ചെയ്യും, പിന്നെ അവർ വരാതെ വരും. പാസ്റ്റർ കുത്തി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിനകത്തൊക്കെ എന്ത് വേണം? എല്ലാ കാര്യത്തിലും വിശ്വസ്തത വേണം. വിശ്വസ്തത സഭായോഗത്തിന് വരുന്ന സമയം, പോകുന്ന സമയം, ഇരിക്കുന്ന സമയം, ഇതിലൊക്കെ നമ്മൾ വിശ്വസ്തരായിരിക്കണം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിച്ചേ. 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 15-ന്റെ വാക്യം. അത് കേട്ടെ, ഞാനിപ്പോ പറഞ്ഞു വന്നതുമായി ഒക്കുന്നുണ്ടോ? എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാണ്. ദൈവകൃപയാലാണ്. ഇപ്പൊ എല്ലാം വണ്ടി ഓട്ടത്തിൽ തീ പിടിക്കുക. ഇപ്പോഴത്തെ തൊടുപുഴ തീ പിടിച്ചു ഓട്ടത്തിൽ വണ്ടി തീ പിടിച്ചാൽ എന്തോ ചെയ്യുമെന്ന്. അതുകൊണ്ട് ഈ ഓട്ടോമാറ്റിക് വണ്ടിയുടെ ഡോറും തോട്ടത്തില്ല. ഇപ്പൊ നമ്മുടെ വണ്ടിയൊക്കെ നിർത്തി കഴിഞ്ഞാലും തോട്ടത്തില്ല. എന്നിട്ട് അതിനൊരു തുറ്റ ഞെക്കിയാലേ തോട്ടത്തുള്ളൂ. ഈ ബെൽറ്റ് ഇട്ടുകൊണ്ടിരുന്നാണ് നമ്മൾ ഇരിക്കുന്നത്. ഒരു പ്രയാസം ഉണ്ടാക്കി എവിടെ ചെന്ന് തുറക്കും? ഗ്ലാസ് തുറക്കാൻ പറ്റുമോ? തുറക്കാൻ പറ്റത്തില്ല. കാരണം അത് തുറക്കുകയില്ല. നമ്മൾക്ക് സുബോധമുണ്ട്, നമ്മൾ ആ വട്ടം ചെക്കിയാലേ തുറക്കത്തുള്ളൂ. അപ്പോ നമ്മൾ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ പിടിക്കാണോ? കൃപയാണ്. കൃപയാണ്. 13 വർഷത്തെ വണ്ടി ഓടിക്കാൻ ഞാൻ കഴിഞ്ഞിട്ടാണ്. ചുള്ളിയുടെ ഒരു കണ്ണില്ല പിടിക്കും. ഒരു ആക്സിഡന്റിൽ പോയതാണ്. പക്ഷെ വണ്ടി കണ്ടു കാണുകയല്ല മറ്റേ ബസ്. ഈ ബസ്സുകാർക്ക് ഒരു കുഴപ്പമുണ്ട്. അവരിങ്ങോട്ട് കയറ്റി വെച്ചിട്ട് തല അപ്പുറം നിൽക്കും, വാല് റോഡിന്റെ നടുക്ക് നിൽക്കും, ഇങ്ങോട്ട് വെട്ടിച്ച്. അങ്ങനെ ചെന്നാൽ വാലിന്റെ ഇവിടോട്ടാണ് പുള്ളിയെ ഇടിച്ചത്. കാരണം ഇങ്ങനെ കണ്ടത് വെട്ടിച്ചു. അപ്പൊ ഇങ്ങനെ വെട്ടിക്കുമ്പോ റോഡിൽ എന്ത് വന്നു? കറക്റ്റ് ആ ടയറിന്റെ ഇവിടോട്ട് ചെന്ന് പുള്ളി ഇടിച്ചെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണേ. ദൈവം കാക്കാതൊന്നും പറ്റുകയില്ല. കൃപയാലാണ് ഞാൻ ആകുന്നത്. ദൈവം അവകാശപ്പെടാൻ ഞാൻ ആകുന്നത് ദൈവകൃപയാലാണ്. എന്നോടുള്ള അവന്റെ കൃപ. നിങ്ങൾ നേരിട്ടത് എന്നോടുള്ള ദൈവത്തിന്റെ കൃപ വ്യർത്ഥമായിട്ടില്ലെന്ന്. എന്നോടുള്ള ദൈവത്തിന്റെ കൃപ അത് ദൂതായിട്ട് ഏറ്റെടുക്കണം. ആരെല്ലാം മാറിക്കോട്ടെ, ആ മക്കളോ മരുമക്കളോ അപ്പനോ അമ്മയോ ആരൊക്കെ മാറിയാലും എന്നോടുള്ള ദൈവത്തിന്റെ കൃപ വ്യർത്ഥമായിട്ടില്ല. ഹല്ലേലൂയ. എന്നോടുള്ള ദൈവത്തിന്റെ കൃപ വ്യർത്ഥമായിട്ടില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. നമ്മുടെ ഈ ഹോളിരിക്കുന്ന സ്ഥലം 75-80 ലോഡ് മണ്ണിവിടെ കൊണ്ടുവന്നിട്ട് അവരുടെ ലോറിക്ക് 12 ലോറിക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട്. അപ്പൊ ഒരു നിർത്തിയില്ലാതെ അവിടെ വന്നിരുന്ന ഞാൻ അവിടെ ചെറിയ അനുമതി കിട്ടി
ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ കാലം കൂട്ടി വെച്ചിട്ട് ഇങ്ങോട്ട് നോക്കും, സ്വപ്നം കാണുക. സ്വപ്നം കാണുക, ഇത് ഇങ്ങനെ നടക്കും, എങ്ങനെ നടക്കും, എങ്ങനെ നടക്കും, എങ്ങനെ നടക്കും. ദൈവം നടത്തി, ദൈവത്തിന്റെ കൃപ. വീണ്ടും ഇവിടെ വന്ന് നിന്ന് വെച്ച് അവിടെ എന്റെ മരുമക്കൾ വന്നപ്പോൾ കിടക്കാൻ സ്ഥലമില്ലാതെ അവിടെ നിലത്ത് കിടന്നു, വലിയ ബുദ്ധിമുട്ട് തോന്നി. ഇവിടെ വന്ന് നിന്ന് വെച്ച് ഒരു പെര വേണമെന്ന് ആഗ്രഹിച്ചു. ഇങ്ങനെ നോക്കി 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 ഇങ്ങനെ ഇരിക്കുവായിരുന്നു. ഇവിടെ വന്ന് നോക്കുവായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ, ഹല്ലേലൂയ. ഇപ്പൊ എന്റെ പേര് 4 വീടുണ്ടെന്നുള്ളതാണ് പഞ്ചായത്തിലെ പ്രശ്നം. അങ്ങനെ വരാൻ പാടില്ല. ഒരാളുടെ പേര് 4 വീട് വരുമ്പോ അതെല്ലാം കൂടെ കൂട്ടി ടാക്സ് കൊടുത്താൽ ലക്ഷറി ടാക്സ് അതിന്റെ അപ്പുറത്തും കൊടുക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് സ്തോത്രം, ഹല്ലേലൂയ, എന്നോടുള്ള ദൈവത്തിന്റെ കൃപ. ഞാൻ ദൈവദാസന്മാരോട് പറഞ്ഞ കൺവെൻഷൻ വരുന്നവർക്ക് ഓരോരുത്തർക്ക് ഓരോ മുറി താമസിക്കാം. ദൂരെ വരുന്നവർക്ക് പറഞ്ഞിട്ടുണ്ട്, ഇത് ദൈവകാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കത്തുള്ളൂ. അത് ഞാനല്ല ഇത് തീരുമാനിക്കുന്നത്. ദൈവം തീരുമാനിച്ച് ദൈവമാക്കുന്ന സ്വന്തമായ ഒരു ഡിസിഷനും എടുക്കാൻ പോകുന്നില്ല. കാരണം നമ്മൾ എന്ത് ചെയ്താലും അപ്രയോജന കൃത്യന്മാരാണ്. അപ്പൊ ദൈവത്തിന്റെ ഹിതം ഒരു ദൈവദാസനെ ആരെങ്കിലും ഇവിടെ ചൂടെ വരുമ്പോ ആക്കണം, കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട്. അതുവരെ സൺഡേ സ്കൂൾ കെട്ടിടമായിട്ട് അത് പോകും. ഹല്ലേലൂയ. അതെല്ലാം വേറെ പ്ലാനിങ്, വേറെ ആരെ ആക്കുന്നില്ല, ആക്കിയതൊക്കെ പഠിച്ചു. അപ്പൊ അതുകൊണ്ട് അതെല്ലാം അങ്ങനെ ശ്രദ്ധിച്ചാൽ പോകുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളാകുന്നത് കൃപയാല, കൃപയാല. ദൈവത്തിന് പല കാര്യം ചെയ്യാൻ ഇവിടെ ഉണ്ട്. ദൈവം ചെയ്യട്ടെ, നമ്മൾ നിന്ന് കൊടുത്താൽ മതി. ഹല്ലേലൂയ. ഈ പ്രകൃതിയില് ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോ ഈ നമ്മുടെ 6000 വർഷത്തിന് മുമ്പ് ഒരു ചരിത്രമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഇനി കൺഫ്യൂഷൻ ആവും. സ്തോത്രം, ഇനി അതവിടെ നിൽക്കട്ടെ. ഈ തെങ്ങും തേങ്ങായും ഒക്കെ മനുഷ്യൻ പറക്കി വെച്ചിട്ടാണോ ഈ കടത്തീരത്തും കായത്തീരത്തും ഒക്കെ തെങ്ങുണ്ടായത്? അല്ല, ദൈവത്തിന്റെ കാരണം. അത് പൊട്ടി വീണോ, ആറ്റി ചെന്നു, ആറ്റിന്ന് കായലിൽ ചെന്നു, എന്നിട്ട് കായല് നേരെ അടിച്ചു കൊണ്ടുവന്ന് ഈ പുഴയുടെ തീരത്ത് കൊണ്ടുവന്നു, അവിടെ ചെന്ന് മുളച്ചു. അത് വേരിറങ്ങി, ഇങ്ങനെ ചരിഞ്ഞി ഒക്കെയാ നിൽക്കുന്നത്. വേരിറങ്ങി. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ നിസാര ഈ മോട്ടർ അടിക്കാൻ ഇടയ്ക്ക് രൂപയുടെ പറമ്പിലോട്ട് പോകാൻ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 1000 പുല്ലിന്റെ പൂ ഇത് വിത്തിന്റെ കയറിയിട്ടുണ്ട് ഈ പാൻ്റെ. അപ്പൊ എന്നിട്ട് അത് നമ്മൾ പറിച്ച് ഇടും. അപ്പൊ പിന്നെ ദൈവത്തിന്റെ ആ പദ്ധതി മനസ്സിലായോ? ഈ സസ്യം ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ പാനയിൽ അങ്ങനെ അതിന്റെ ദൈവത്തിന്റെ സൃഷ്ടി. ഈ ഉണ്ടാകുന്ന കായൊക്കെ എങ്ങനെ ഉണ്ടാകുന്നത്? തേനീച്ച പോയി, തേനീച്ച ഇവിടെ ഇല്ലാതെ വന്നാൽ നമ്മളെല്ലാം പട്ടിണി കിടക്കും. എത്ര പേർക്ക് അറിയാം? അറിയാമോ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ? അപ്പൊ ഈ ദൈവത്തെ നിങ്ങളൊന്ന് മനസ്സിലാക്കി. ഈ തേനീച്ച അല്ലെങ്കിൽ ഇല്ല എങ്കിൽ ഇതൊന്നും ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. തേനീച്ച ഇല്ലെങ്കിൽ 1 വർഷത്തിൽ കൂടുതൽ ഈ ഭൂമി നിൽക്കത്തില്ല. മനുഷ്യൻ പട്ടിണി കിടക്കും, ഒരു കാര്യം ഉണ്ടാകത്തില്ല. നിങ്ങളിങ്ങനെ ഇതൊക്കെ പാസ്റ്റർ പറയുന്നതാണല്ലേ? അറിയാവുന്നവരോട് ചോദിക്കണം. ദൈവം തമ്പുരാന്റെ ജ്ഞാനം എത്ര വലുതാണ്. ഈ ഭൂമിന്റെ ഭൂപടിയിൽ അവിടെ ഇരിക്കുന്ന അത് കാലയിൽ ഇരുന്നിരിക്കുമ്പോ അടുത്ത ഭൂപടിയിൽ ചെന്നിരിക്കുമ്പോഴത്തേക്ക് അങ്ങനെ കായുണ്ടാകുന്നത്, കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. നെല്ലിന്റെ പൂവാണേലും നമുക്ക് ശ്രദ്ധിക്കണം, അതിൻ്റെതായ ഇടപെടലുണ്ട്. ഈ ചാണി വന്നു കഴിയുമ്പോൾ എന്നാ വരുന്നറിയോ? നെല്ലിന്റെ പൂവ് അതിന്റെ അത് ജ്യൂസ് അതൊന്നും കുടിക്കും. അതിന്റെ ആ പാലാകുന്ന പരുവുണ്ട്. നെല്ലിനകത്ത് അരി ആകുന്നതിന് മുമ്പ് പാലാകുന്ന ഒരു പരുവുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യുക? ഈ ചാണി ചെയ്ത് കഴിഞ്ഞാൽ കുടിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജ്ഞാനത്തെ കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളാരും ഒന്നും ആകണ്ടാന്ന്. ഈ യഥാസമയം ഇടവപ്പാതി മഴ പെയ്തിട്ട് ആ കാറ്റിങ്ങോട്ട് വന്നില്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ കാറ്റിങ്ങനെ കടങ്ങി വരുന്നത്? ആ സമയത്ത് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകും? അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ആകുന്നത് എന്താണ്? ദൈവ കൃപയാലാകുന്നു. ഇതെല്ലാം ഞാൻ പറയുന്നത് എന്തിനാണ്? ഇതൊക്കെ ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കാനാണ്. തേനീച്ച കാണുമ്പോഴാണേലും നമ്മൾ ചിന്തിക്കണം, കേട്ടാ ഞാനിത് പറഞ്ഞാൽ ഞാൻ ചോദിച്ചാൽ ഇത് ദൈവത്തിന്റെ കൃപയാലാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് അറിയണം. ഞാൻ എപ്പോ മഴവില് കണ്ടാലും ഒന്ന് ഓർക്കണം.
നോഹയോട് ദൈവം ചെയ്ത നിയമം ആരാധിക്കാനല്ല, നോഹയോട് ദൈവം ചെയ്ത നിയമം. ഹല്ലേലൂയ. ദൈവം ചെയ്ത നിയമം. ആകാശത്തിൽ മഴക്കാറ് കൊള്ളുമ്പോൾ സൂര്യൻ കൊണ്ടിരിക്കുമ്പോ ഹല്ലേലൂയ, ആ ദൈവം ചെയ്ത നിയമം, ദൈവത്തിന്റെ നിയമം എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കി. ഇനി സൂര്യൻ ഉദിച്ചു വരുമ്പോൾ വായിക്കേട്ട് വളരെ വെള്ളം അവിടത്തേക്ക് ഇങ്ങനെ പതുക്കെ ഊതിക്കഴിഞ്ഞാൽ ആ ഊത്തിനകത്ത് എന്ത് ചെയ്യാം? അവിടെ കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനകത്ത് മഴവില് കാണാം. സ്തോത്രം. അപ്പൊ ഈ വില്ല് കാണുമ്പോൾ ഓർക്കണം? ദൈവം ഒരാളുണ്ടെന്ന്, ദൈവം ചെയ്ത നിയമം ഓർക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഈ അത്യുഷത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, നമ്മുടെ തെങ്ങൊന്നുമില്ല, തേങ്ങ ഇല്ല, ഇല്ലാത്തൊരവസ്ഥയായി. അപ്പൊ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം? ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയാലും ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം? സ്തുതിക്കുക. സ്തോത്രം. ഞാൻ ആകുന്നത് വേഗം വായിച്ചേ. സ്തോത്രം. അത് തന്നെ എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായില്ല. ഇതൊന്ന് ഏറ്റെടുക്കാൻ പറ്റുമോ? എന്നോടുള്ള ദൈവത്തിന്റെ കൃപ എന്ത് ചെയ്തിട്ടില്ല? വ്യർത്ഥമായില്ല. അടുത്തത് പൗലോസിന് ചിലത് പറയാനുണ്ട്. അവരെല്ലാവരെക്കാളിലും ഞാൻ അധികം അധ്വാനിച്ചിരിക്കുന്നു. അധ്വാനിക്കുന്ന ആളുകളെല്ലാം ഓർക്കണം, ഞാൻ അധ്വാനിച്ചു എന്ന് പറയുമ്പോൾ അവരെല്ലാവരും ഞാൻ അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഇത് മനസ്സിലാക്കണേ. അധ്വാനിക്കുന്ന എല്ലാവരും അറിയുന്ന കാര്യമല്ല. ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപ. ഹല്ലേലൂയ. എന്റെ ഭാര്യ എനിക്ക് എന്നോരൊറ്റ പണി ഇവിടെ പാടുന്നത്. അവൾ ദൈവദേശത്തിൽ പോയിട്ട് പണിയുള്ള പണി മടുത്തത്. അത് ദൈവം തമ്പുരാനല്ലേ തീരുമാനിക്കുന്നു. ദൈവം തമ്പുരാനല്ലേ അത് തീരുമാനിക്കുന്നത് എന്താ പണിയൊക്കെ എന്നുള്ളത്. കാരണം അവിടെ കുഴപ്പമില്ല. വന്ന കാലം മുതൽ വീട്ടിൽ അവിടെ പണി. ഇവിടെ ഒന്നും ചെയ്ത വീടല്ല, അപ്പുറത്തെ വീട്. ഇതിനകത്ത് താമസിച്ചുകൊണ്ട് താമസിച്ചുകൊണ്ട് പണിയുമ്പോൾ തന്നെ അതിനകത്ത് കുഴിയെടുത്തപ്പോൾ താമ്പുട്ടൻ ഇവിടെ സ്റ്റെഫന്റെ പ്രായമുള്ള അതിനകത്ത് പോയി കുഴിക്കകത്ത് പോയി പിള്ളേരുടെ കുട്ടി രാത്രി. അപ്പൊ അങ്ങനെ പണി എന്ന് പറഞ്ഞ പണി വന്നത് ഇത് പൗലോസ് പറയാ, ഞാൻ ഒത്തിരി അധ്വാനിച്ചെന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ അധ്വാനിച്ച് എങ്ങനെയാന്നാ പറഞ്ഞത്? എന്നോട് വായിച്ച്, ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപയാണ് വ്യാപരിച്ചത്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നവർ ശ്രദ്ധിക്കണേ. എന്നെ നമ്മൾ ചെറുപ്പത്തിൽ നന്നായിട്ട് അധ്വാനിച്ചിട്ടുള്ളവരാണ്. പക്ഷേ എന്നോടുകൂടെയുള്ള ദൈവത്തിന്റെ കൃപ. ഇന്നലെ രാത്രിയിൽ ഞങ്ങള് തെക്കുപുറത്തെ സണ്ണിയുടെ അവിടെ നിന്നോട്ട് ഇറങ്ങി വരുമ്പോ അമ്പലത്തിന്റെ ഇവിടെ ഒരു മൂർക്കൻ ചേരയല്ല. കാരണം അത് സന്ധ്യയാകുമ്പോ ഇറങ്ങുന്നത് മൂർക്കനായിരുന്നു. അതിന്റെ കണ്ടാൽ പത്തി എടുത്തില്ല. ഞങ്ങൾ ഒരു അവന്തോട്ടത്തിൽ നിന്നല്ല ഇറങ്ങി വരുന്നത്. വെളുപ്പാക്കാലത്ത് വെട്ടാൻ ചെല്ലുന്നതിനും ഇതിനകത്തോട്ടായിരുന്നു. ഞങ്ങളത് പറഞ്ഞു. ബ്ലസ്സിക്ക് ഭയങ്കര പേടിയോ വെളുപ്പാക്കാലത്ത് വെട്ടാൻ പോകുന്ന കേൾക്കോ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ദൈവം കാക്കുന്നതുകൊണ്ടല്ലേ. അത് ആ കരിയിലേക്കകത്തോട്ട് പോകുന്ന പിള്ളേരെ കാണിച്ചു കൊടുക്കും. ആ കരിയിലേക്കകത്തോട്ട് കയറി അതവിടെ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. അതിന്റെ കരിയിലെ എല്ലാരായി നമ്മൾ ആ സമയത്ത് ഞങ്ങൾ കയറുന്നെങ്കിലും അവനൊരു അമ്മ നോക്കിയാൽ തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ എന്തുവായി പറയുന്നത്? അതുകൊണ്ട് ഇതൊക്കെ പോകുന്നത് കാണുമ്പോൾ ചെന്ന് പറയുന്നത് പ്രാർത്ഥിക്കാൻ വിഷയമില്ലെന്ന്. നമ്മുടെ സത്യത്തിൽ ദൈവം നമ്മളെ നടത്തുന്ന ഓരോ കാര്യവും ഒന്ന് ഓർത്താലുണ്ടല്ലോ, എന്തോരം ദൈവത്തെ സ്തുതിച്ചാൽ പറ്റും. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചാൽ പറ്റും. താഴോട്ട് വായിച്ചേ. ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപ. അപ്പൊ നമ്മോടുകൂടി ഒരു ദൈവകൃപ ഉണ്ടെന്ന് നമ്മൾ എപ്പോഴും അറിയാം. നമ്മുടെ മസിൽ പവർ കൊണ്ട് ഒരു കാര്യമില്ല കേട്ടോ. നമ്മുടെ ശക്തി കൊണ്ട് ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. എന്നോടുകൂടെയുള്ള ദൈവകൃപ. ഹല്ലേലൂയ. എന്നോടുകൂടെയുള്ള ദൈവകൃപ. സ്തോത്രം. ഇന്ന് രാത്രി നമ്മളൊരു തീരുമാനം എടുത്തിട്ട് പോകണം കേട്ടോ. നമ്മൾ ആര് എന്ത് പറഞ്ഞാലും ഒന്ന് സൗമ്യമായിട്ടിരിക്കാൻ പഠിക്കുക. സൗമ്യമായിട്ട് നമ്മൾ പ്രതികരിക്കാതിരിക്കുക. ദൈവം കാര്യം ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ എങ്ങനെ ഭംഗിയായിട്ട് ചെയ്യുമെന്നറിയാമോ? നമ്മൾ ചെയ്താൽ അത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ദൈവമാണ്. പലരും എങ്ങനെ പറയുന്നു, നിങ്ങൾ പ്രതികാരം ചെയ്യരുത്, ഞാൻ പ്രതികാരം ചെയ്യുമെന്നാണ്. നിങ്ങൾ ചെയ്യരുത്, ഞാൻ പ്രതികാരം ചെയ്യും.
ഞാൻ പ്രതികാരം ചെയ്യും. സ്തോത്രം. കർത്താവിന്റെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവം പ്രതികാരം ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ചെയ്യരുത്. നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. നമ്മുടെ വാക്ക് പെരുകിയാൽ ലംഘനം ഉണ്ടാകും. വാക്ക് പെരുകിയാൽ ലംഘനം ഉണ്ടാകും. വാക്ക് പെരുകാൻ വേണ്ടി പിശാച് നമ്മുടെ കയ്യിലുള്ള എല്ലാ ചാലും വിട്ടു തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ ചാലും ഇട്ട് തരും. പണ്ട് അപ്പച്ചന്മാരെ പ്രസംഗിച്ച് കേട്ടിട്ടില്ലേ നിങ്ങള്? ഒരു വീട്ടിൽ എന്നും വഴക്കാം. അപ്പൊ അമ്മ നോക്കിയിട്ട് ഒരു വഴക്കിനും ഒരു ചാൻസ് ഇല്ല. അപ്പൊ അമ്മന്റെ ഒരു ചങ്ങടി എടുത്ത് വെയിലത്തോട്ട് വെച്ചിട്ടുണ്ടാവും. അത് നമ്മുടെ പലരും പ്രസംഗിച്ച് കേട്ടിട്ടുള്ള ചങ്ങടി എന്ന് വെച്ചാൽ നെല്ല് അടക്കുന്ന 10 ഇടങ്ങലി അങ്ങനെയാണ് ചങ്ങടി എന്ന് പറയുന്നത്. അപ്പൊ ചങ്ങടി എടുത്ത് അങ്ങോട്ട് വെച്ചു. അപ്പൊ മരുമോട് ചോദിച്ചത്, അമ്മച്ചി എന്തിനാ അമ്മച്ചി ചങ്ങടി എടുത്ത് വെയിലത്ത് വെച്ചാൽ ഇത് പൊട്ടിപ്പോകും, തടി പൊട്ടിപ്പോകും. അമ്മച്ചി എന്തിനാ? അവിടെ സ്നേഹത്തോടെ ചോദിച്ചത്. ചങ്ങടി എടുത്ത് എന്തിനാ വെയിലത്ത്? അത് നോക്കിയിരിക്കാനാണ്. അമ്മച്ചി ചോദിച്ചത്, നിന്റെ അപ്പന്റെ വകയാണ്, എന്റെ വീട്ടിൽ നിന്ന് എന്റെ അപ്പം തന്നതായിരുന്നു, പിന്നെ നീ കൊണ്ടുവന്നാ വഴി ഞാൻ വെയിലത്ത് വെക്കുവോ തണലത്ത് വെക്കുവോ? നീ ആരാണ് ചോദിക്കുക? തുടങ്ങിയില്ലേ അന്നത്തെ ദിവസം ചങ്ങടി വെച്ച് ഇങ്ങനെ മരുമോളും അമ്മായിമാരും ഒക്കെ ചിലടത്ത് ചങ്ങടി വെക്കുന്നുണ്ട്. ചിലടത്തൊക്കെ ചങ്ങടി വെക്കുക. ഇത് ചങ്ങടി അത് പിശാചിന്റെ തന്ത്രമാണെന്ന് നമ്മൾ അറിയണം. നമുക്ക് ചങ്ങടി വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? ഇത് പിശാചിനറിയാൻ എങ്ങനെ നമ്മളെ കൂട്ടേണ്ടത്, എങ്ങനെ നമ്മളെ കത്രമേശ എടുക്കാതിരിക്കാനുള്ള കാര്യമെന്നറിയാം. പിശാചിനതറിയാം. അവൻ അതിൻ്റെതായ ലെവലിൽ അവൻ കൈകാര്യം ചെയ്യും. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാത്തവര് അല്ലല്ലോ. പിശാച് യാക്കോബിന്റെ ലേഖനത്തിലല്ലേ പിശാചിനോട് എതിർത്ത് നിൽപ്പി, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അവന്റെ തന്ത്രങ്ങളോട് അറിയാത്തവരല്ലല്ലോ. നിങ്ങൾക്ക് അവന്റെ തന്ത്രങ്ങൾ അറിയാത്തവരല്ലല്ലോ. നിങ്ങൾ വ്യക്തികളോടല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇല്ലെന്നെ ദൂത് മാറി പോവുക. പൗലോസിലെ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങൾ അല്ല. എന്റെ പോരിന്റെ ആയുധം ജഡീകമല്ല. ജഡീകമായിരുന്നെങ്കിൽ കുഴപ്പം. എന്റെ പോരിന്റെ ആയുധങ്ങൾ ജഡീകമല്ല. കോട്ടകളെ ഇടിപ്പാൻ തക്കവണ്ണമുള്ള വിശ്വാസമാണ് അവന്റെ മേലുള്ളത്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മള് ഇനി കുറെ നമ്മളങ്ങ് ഇല്ലാതായിരിക്കും. നമ്മുടെ ഘോഷന്മാരാന്നല്ലേ ഘോഷയാന്ന് ഓർത്തോട്ട്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. സ്തോത്രം. 12-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം പറയുന്നു, യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ എല്ലാവർക്കും. സങ്കീർത്തനക്കാരൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട വിശ്വസ്തന്മാർ ഭക്തന്മാരാണ്. അവർ വിശ്വസ്തരാണ്. സങ്കീർത്തനക്കാരൻ പറയാം. സങ്കീർത്തനക്കാരൻ എങ്ങനെയാ പറയുന്നത്? യഹോവേ രക്ഷിക്കണമേ. എന്താ? സമൂഹത്തിൽ ഭക്തന്മാരില്ലാതെ പോവുകയാണ്. നമ്മളൊന്ന് നിലവിളിക്കണം, കർത്താവേ രക്ഷിക്കണമേ. പെന്തക്കോസ്തുകളിൽ വിശ്വസ്തന്മാരും ഭക്തന്മാരും കുറഞ്ഞുകൊണ്ടിരിക്കാന്ന് പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കേണ്ട അവസ്ഥയാണ്. നമ്മൾ പ്രാർത്ഥിക്കണം, യഹോവേ രക്ഷിക്കണമേ. ആത്മീയ ഗോളത്തിൽ വിശ്വസ്തന്മാര് പറയുന്നു, ഭക്തന്മാര് പറയുന്നു, ഉന്നത ഭാവമുള്ളവര് വളർന്നു വരിക. ഹല്ലേലൂയ. നിങ്ങളൊരു മർമ്മ ഞാൻ പറയാം. പരിഹാസികൾ നമ്മളാകരുത്. യെശയ്യാവിൽ എവിടെ ഒരു വാക്കുണ്ട്, പരിഹാസികളായാൽ പരിഹാസികളുടെ ബന്ധനം മുറുകുന്നതാണ്. അത് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക. എന്നാൽ പരിഹാസികൾ വരുമ്പോ പരിഹാസികളുടെ ബന്ധനം എന്ത് ചെയ്യും? മുറുകും. മനസ്സിലായി? കേട്ടിട്ടുണ്ടോ വാക്യം? കേട്ടിട്ടില്ല? ഒന്ന് തപ്പി നോക്കണം. ഞാനും എവിടെ യെശയ്യാവിലെന്ന് തോന്നി. പരിഹാസികളുടെ അതോ സെർച്ച് വാക്യത്തിനാണ് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. പരിഹാസികളുടെ ബന്ധനം മുറുകും. ഒന്ന് തപ്പി ചിലരെങ്കിലും മെസ്സേജ് ഇടണം കേട്ടോ. പരിഹാസികളുടെ ബന്ധനം മുറുകും. നമ്മുടെ വിശ്വാസത്തോളത്തിൽ അതായത് മറ്റുള്ളവരെ പരിഹസിക്കുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ. അവരുടെ ബന്ധനങ്ങൾ മുറുകി അവർ വല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. പ്രസംഗിക്കുന്നവരെ പരിഹസിക്കും, പ്രാർത്ഥിക്കുന്നവരെ പരിഹസിക്കും, സാക്ഷ്യം പറയുന്നവരെ പരിഹസിക്കും. ഹല്ലേലൂയ. ആരെ കണ്ടാലും പരിഹസിക്കും. പരിഹസിക്കാത്ത ഒരു സഹോദരി എഴുന്നേറ്റ് കരങ്ങേണ്ടത് അതിനെ കരഞ്ഞ് നീതി ആവശ്യപ്പെട്ടു അതിനെ പരിഹസിക്കും. ഇനി ആരാധിച്ചാൽ അതിനെ പരിഹസിക്കും. എന്തിനെയാ പരിഹസിക്കാത്തത്? ഹല്ലേലൂയ.
സ്തോത്രം. നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാം സങ്കീർത്തനം തന്നെ പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. വളരെ ശ്രദ്ധിക്കണേ. പരിഹാസം എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല. നമ്മുടെ ആത്മീയ കോണത്തിലെ ആളുകൾ ഇപ്പൊ ഭാരപ്പെടുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പരിഹാസമാണ്. സ്തോത്രം. എല്ലാവരും പരിഹസിക്കുക. ഈ ദൈവഭക്തരെ അഭിമാനിക്കുന്ന ആളുകൾ എന്തോരും ആളുകളെ, പാസ്റ്റർമാരെ പരിഹസിക്കുക, എല്ലാവരെയും പരിഹസിക്കുക, പാട്ടുകാരെ പരിഹസിക്കുക. അവരൊക്കെ എന്തൊരു കഷ്ടപ്പെട്ട ഓരോ കാര്യം ചെയ്യുന്നേ. സ്തോത്രം. നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്കൊരു വാക്ക് പറയാൻ പറ്റുമോ? നമ്മൾ വലിയ പിടുക്കലാന്ന് പറയും. താശു പറയാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ താശു പറയും. വലിയ പിടുക്കലാണ്. എന്നിട്ട് നമ്മൾ നാട്ടുകാരെ എല്ലാം പരിഹരിക്കുകയും. ശ്രദ്ധിക്കണേ. ആ വാക്യം ഇന്ന് എന്റെ ഹൃദയത്തിനോട് ദൈവദാസം വിളിച്ചു പറഞ്ഞ അപ്പമല്ല എന്റെ ഹൃദയത്തിൽ ഇത് വന്നു. പരിഹാസികളുടെ ബന്ധനം മുറുകും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പരിഹാസിയായിട്ടിരുന്നാൽ നമ്മുടെ ബന്ധനങ്ങൾ, നമ്മൾ ചെല്ലുന്ന എല്ലാ വഴികളെയും എല്ലാം മുറുകുക, ഉരുക്കു കുറുകുന്ന പോലെ മുറുകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. എബ്രായർ 3:5 വായിച്ചു. ഹല്ലേലൂയ. എബ്രായർ 3:5. അവന്റെ ഭവനത്തിലൊക്കെയും മോശ വിശുദ്ധനായിരുന്നത് അവന്റെ ജീവിതത്തിന് സാക്ഷ്യം പറയുന്ന വൃത്തിനായിട്ടത്രേ. ക്രിസ്തുവും അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. അതുകൊണ്ട് പരിശുദ്ധന്മാർ അരുളി ചെയ്യുന്നു. എബ്രായർ 3:5 സർവ്വവും ചമച്ചവൻ ദൈവം തന്നെ, അവന്റെ ഭവനത്തിലൊക്കെയും മോശ എന്തായിരുന്നു? വിശ്വസ്തനായിരുന്നു. സർവ്വവും ചമച്ചവൻ. ഞാൻ അതാ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എബ്രായർ 3:5. സർവ്വവും ചമച്ചവൻ ആരാണ്? ദൈവം. സർവ്വവും ചമയ്ക്കുന്നത് ദൈവമാണ്, നമ്മളല്ല. സർവ്വവും ചമച്ചവൻ ദൈവമാണ്. അവന്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നു. അപ്പൊ നമ്മള് അവന്റെ ഭവനത്തിലായിരിക്കുക. നമ്മൾ വിശ്വസ്തരാണോ എന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. അതെല്ലാം പറഞ്ഞു തരാൻ സമയമില്ല. ഒത്തിരി ആയി കഴിഞ്ഞാൽ ഇതിനകത്ത് വിട്ട് കൂടിപ്പോകും. അവരോടാകെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 Corinthians 4:2. അന്വേഷിക്കുന്നതോ നമ്മളെ വിചാരന്മാരാക്കിയിരിക്കുന്നത് അവര് ആരായിരിക്കണം? വിശ്വസ്തന്മാരായിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ ശ്രദ്ധിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസ്തരായിരിക്കാൻ ഒരു ചെറിയ സാധനം പോലും ഞാൻ കളയുന്നില്ല. കാരണം എനിക്കത് വാങ്ങിക്കാൻ നിവൃത്തിയില്ല. നിവൃത്തിയില്ല അങ്ങനെ ആരർത്ഥത്തിലല്ല. ഞാനായിട്ട് എന്തിനാ അത് നശിപ്പിക്കുന്നത്? എന്നിട്ട് കൊടുകലാത്ത സാധനം കളയണ്ടെന്നല്ല പറഞ്ഞു. ഹല്ലേലൂയ. എനിക്ക് ഭക്ഷണം കളയുന്ന ആളുകളോട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭക്ഷണം കളയുന്ന ആളുകളോട്, ഈ വിളമ്പുന്ന ആളുകളോട് ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ. വേണ്ടിയവൻ ആവശ്യത്തിന് എടുക്കുള്ളൂ. നമ്മൾ അവന്റെ പാത്രത്തിലോട്ട് കൊണ്ടുപോയി കുടഞ്ഞിടരുത്. എന്നിട്ട് അവന് കഴിക്കാൻ വയ്യായെങ്കിൽ അത് കളയുമ്പോണ്ടല്ലോ എന്തോ ഒരു ബുദ്ധിമുട്ട്. ചോറ് ഒരുപാട് അരിക്കെന്നെ വിലയാണെന്നറിയാമോ? ആ ചോറ് നമ്മൾ ഉണ്ടാകെ എടുത്ത് കളയുമ്പോൾ ദൈവം അതിനകത്ത് വിശ്വസ്തയുണ്ടോ? നമുക്ക് ഇറച്ചി ചിലർ ഓരോ പന്നി ഊരിയിടും, എന്നിട്ട് അതേ വഴി കൊണ്ടുപോയി കളയും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കോഴിയുടെ കാല് ഒരറ്റം ഒന്ന് ചപ്പും, എന്നിട്ട് അതിനകത്ത് തന്നെ വെക്കും, എന്നിട്ട് ഏതാണ്ട് ഗ്രഹം പോലെ പാത്രത്തിൽ നിന്ന് കളയും. ഞാൻ ചില പെണ്ണുങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കൊച്ചുങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കാൻ അവർ കഴിക്കാതെ കളയാൻ കഴിച്ചേച്ച് പോകണമെന്ന് പറയും. കാരണം അത് അങ്ങനെ നിങ്ങൾ പഠിക്കുക. എന്നാലേ ദൈവം നിങ്ങൾക്ക് തരത്തുള്ളൂ. അത് മനസ്സിലാക്കുക. നീ കുറെ ഭക്ഷണം നശിപ്പിക്കുന്നവനാണെങ്കിൽ ഭക്ഷണത്തിന് ഇറക്കും. ഹല്ലേലൂയ. ഞങ്ങളുടെ അമ്മയുടെ ശാപം ഞങ്ങൾക്കുണ്ടായിരുന്നു, തേങ്ങ നശിപ്പിക്കുന്നത്. ശാപം എന്ന് പറഞ്ഞാൽ അങ്ങനെ അമ്മ പറഞ്ഞിട്ടുണ്ട്, നീയൊക്കെ തേങ്ങയ്ക്ക് കൊതിച്ചിരിക്കുക. കാരണം ഓരോ കൊല കരിക്ക് വെട്ടും, ഓരോ കൊല കരിക്ക് ഞങ്ങൾ പറമ്പിൽ വെട്ടിയിട്ട് തിന്നാവുന്ന തിന്നും, എന്നിട്ട് ബാക്കി എടുത്ത് കണ്ടത്തിലോട്ട് എറിയും. നല്ല കരിക്കാണെങ്കിൽ കുടിക്കാൻ 3 കൊലയും കുടിക്കത്തില്ല, അതെടുത്ത് കളയും. വലിയപ്പനോടുള്ള ദേഷ്യത്തിൽ എടുക്കുന്നതാണ്.
അന്ന് അമ്മയൊക്കെ പറയാറ്, നീയൊക്കെ ഇങ്ങനെ നശിപ്പിക്കുക, എന്നോട് ഒരു ചേട്ടനോട് പറയാറ്, നീയൊക്കെ ഇങ്ങനെ നശിപ്പിക്കുന്നത്. ഞാൻ കരിക്കൊല, അവിടെ ഒരു കൊല ഉണ്ടായാത്ത രീതിയിൽ പോലും അകത്തുനിന്ന് വെട്ടുമായിരുന്നു. തേങ്ങയൊക്കെ വരുന്നു, കറക്കാക്കുന്ന വെട്ടും. ഇപ്പൊ തേങ്ങയ്ക്ക് ഒരു കരിക്ക് കുടിക്കാൻ കൊതിക്കുക. നശിപ്പിച്ചപ്പോ ഓർക്കണ്ടേ? ഞാൻ പറയുന്ന ഓരോ നമ്മൾ നശിപ്പിക്കുന്നതിന് നമ്മൾ കൊതിക്കും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് വേദപുസ്തകത്തിലെ കാര്യം എന്ന് പറയുമ്പോൾ അങ്ങ് ഉയരത്തിലെ കാര്യം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾക്ക് വിശ്വസ്തരാകാമോ ആ കാര്യങ്ങളിൽ വിശ്വസ്തരാകണം. അത് പിശുക്കായിട്ടല്ല കേട്ടോ, അതിന് പിശുക്കെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഹല്ലേലൂയ. ഞാൻ പെയിന്റ് അടിച്ചോണ്ടിരുന്നത്, ഞാൻ പെയിന്റ് അടിക്കാണ്, പെയിന്റ് കൈകൊണ്ട് കലക്കാൻ ഞാൻ ആ കയ്യിലെ പെയിന്റ് മുഴുവൻ വെള്ളം ഒഴിച്ച് കലക്കി അടിക്കുന്നതിനകത്താണ് പരമാവധി തോന്നും. ചിലർ അതേ വഴി പൈപ്പിന്റെ കൊണ്ടോട്ട് കൊണ്ടേ കഴിയും. പെയിന്റിങ് ആയിരുന്നു. നമുക്കൊരു ജനലിന്റെ അത്രയും അടിക്കാനുള്ള സാധനം കിട്ടും. കുമാര പാട്ടയിലെയും കയ്യിൽ ഒരു ജനലിന്റെ രീതി അടിക്കാനുള്ളതാണ് എടുത്ത് കഴുകി കളയുന്നു. അവർക്കൊരു തന്നെ ഉണ്ടോ? പക്ഷെ ഇവരൊക്കെ എന്നിട്ട് അവസാനം ഇതിനു വേണ്ടി ഇരക്കും. അതാണ് ഇതിന്റെ സത്യം. സ്തോത്രം. മോശ ദൈവത്തിന്റെ ഭവനത്തിലൊക്കെ വിശ്വസ്തനായിരുന്ന പോലെ, സ്തോത്രം, ഹല്ലേലൂയ. ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നത് നമ്മളിൽ ഉള്ളവരും. 2 വാക്യം കൂടെ വായിച്ചേ. സ്തോത്രം. 1 Thessalonians 5:24, 2 Timotheus 2:13 ആ വാക്യം നല്ല കാര്യം തീരുന്നു. നമ്മെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്. നിങ്ങളെ വിളിച്ചേക്കുന്നവൻ 1 Thessalonians 5:24. നിങ്ങളെ വിളിക്കുന്നവൻ ആരാ? വിശ്വസ്തനാണ്. അവനത് നിർവഹിപ്പിക്കും. 2 Timotheus 2:13 നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. ഹല്ലേലൂയ. എന്നാ നമ്മൾ അവിശ്വസ്തരാണ്. നമ്മൾ പലതിലും അവിശ്വസ്തരാണ്. ഹല്ലേലൂയ. നമ്മുടെ സമയത്തിന്റെ കാര്യത്തിൽ അവിശ്വസ്തരാണ്. നമ്മുടെ കാര്യങ്ങളിലൊക്കെ നമ്മൾ അവിശ്വസ്തരാണ്. അതുകൊണ്ടാണ് ആ വാക്യം വായിച്ച അവസാനത്തില് 2 Timotheus 2:13 നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തന്റെ സ്വഭാവം അവന്റെ സ്വഭാവം, ദൈവത്തിന്റെ സ്വഭാവം ധരിപ്പാൻ അവന് കഴിയത്തില്ല. ഈ വചനം വിശ്വാസയോഗ്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്തായിരിക്കണം? നമ്മൾ അവിശ്വസ്തരല്ല, വിശ്വസ്തരാകണം. ഇനി നമ്മൾ അവിശ്വസ്തരായാലും അതിന്റെ മർമ്മം മനസ്സിലായോ? നമ്മൾ അവിശ്വസ്തരായാലും അവൻ വിശ്വസ്തനായി പാടും. എന്നിട്ട് നമ്മൾ എന്ത് അവിശ്വസ്തത ചെയ്യുന്നു അതിനനുസരിച്ച് അവൻ വിശ്വസ്തമായിട്ട് കാര്യം നടത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ നേരത്തെ ഉറപ്പിച്ചിട്ടുള്ള ഈ കോൺട്രാക്ട് പണി ചെയ്യുന്ന കോൺട്രാക്ടർമാർ എത്ര പേര് നന്നായിട്ട് പറ്റിയിട്ടുള്ളത്? ഒന്നും പറ്റിയിട്ടില്ല. എന്നാന്നറിയാം? പെട്ടാവുന്ന തട്ടിപ്പും വെട്ടിപ്പും സിമെന്റും ടാറും ഒന്നും ചേർക്കത്തില്ല. എന്നിട്ട് മുള വെച്ച് വാർത്തേക്കുന്ന അവിടെ ഹൈറേഞ്ച് വാർത്ത കലക്ക് വാർത്തേക്കുന്ന കൈപിടി മുള വെച്ചു അവൻ വാർത്ത് കമ്പിയുടെ കാശും കഴിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. പക്ഷെ ദൈവം വിടുവോ? അവൻ അങ്ങനെ ചെയ്താൽ, അവൻ അവിശ്വസ്തത കാണിക്കുമ്പോൾ ദൈവം ചെയ്യും, വിശ്വസ്തനായിട്ട് ഇടപെടും. എബ്രായർ 10:23 വായിച്ച് അവസാനിപ്പിക്കാം. നാം പരമാർത്ഥ ഹൃദയത്തോടെ അവന്റെ അടുക്കൽ ചെല്ലുക. പ്രത്യാശയുടെ സ്വീകാര്യ നാമം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് വാഗ്ദത്തം ചെയ്ത വിശ്വസ്തനാണ്. ആ വിശ്വസ്തരുമായിട്ടാണ് കർത്താവ് വരുന്നത്. ആ കൂട്ടത്തിൽ നമ്മൾ പെടണമെങ്കിൽ നമ്മൾ വിശ്വസ്തരായി. കർത്താവേ